ിരുന്ന കാര്യം ഇപ്പോൾ ആദ്യത്തെ 2 കേസുകളിലും പരാതിക്കാരിയുടെ നീക്കങ്ങൾ മുൻകൂട്ടി കണ്ട് നീങ്ങാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞിരുന്നു. ഈ 3-ാം കേസിൽ പരാതിക്കാരിയുടെ നീക്കങ്ങൾ മുൻകൂട്ടി കാണാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞില്ലേ? അപ്പോൾ അവർ ഇമെയിൽ വഴിയാണ് പരാതി നൽകിയതെന്ന് അറിയുന്നു. അവർ ഈ അർത്ഥത്തിൽ ആക്ട് ചെയ്യാൻ അല്ലെങ്കിൽ മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നതൊന്നും ഒരു ഘട്ടത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ മനസ്സിലാക്കിയതില്ല. അതീവ രഹസ്യമായി അവർ പോലീസിന് പരാതി നൽകുന്നു, പോലീസും അത് രഹസ്യമാക്കി വെക്കുന്നു, ഒടുക്കം ലോക്കാക്കുന്നു. അപ്പോൾ രാഹുലിന് ഈ പരാതിക്കാരുടെ ഒരു നീക്കവും ഒന്നും അറിയാൻ കഴിഞ്ഞില്ല എന്നാണോ? അങ്ങനെ വേണം നമുക്ക് അനുമാനിക്കാൻ സൈഫുദ്ദീൻ. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒളിവിൽ പോകുകയും പിന്നീട് മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള ഒരു സാധ്യതയെക്കുറിച്ച് ആരായുകയുമായിരുന്നു ചെയ്യുക. നമ്മൾ ഈ നേരത്തെ ഉണ്ടായിരുന്ന 2 കേസിലും സംഭവിച്ചത് അങ്ങനെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോകുകയും മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കുകയും മുൻകൂർ ജാമ്യം ആദ്യം ഈ തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളി, പിന്നീട് ഹൈക്കോടതിയിൽ പോയി നോട്ട് ടു അറസ്റ്റ് ഹൈക്കോടതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നീട് ഈ വോട്ട് ചെയ്യാൻ 11-ാം തീയതി എത്തുകയും പിന്നീട് ഈ മണ്ഡലത്തിലും ഈ അടൂരും മറ്റുമായി തുടരുന്നത്. അദ്ദേഹം ഇപ്പോൾ പൊതുപരിപാടികളിലും മറ്റും അദ്ദേഹത്തിന് ഒന്നുമില്ലെങ്കിലും അദ്ദേഹം പലപ്പോഴും പാലക്കാടും ഈ സ്വന്തം നാടായ അടൂരിലുമായി തുടരുകയാണ്. ഇതിനിടയിലാണ് പുതിയ പരാതി. ആ പരാതിയുടെ കാര്യങ്ങൾ വളരെ രഹസ്യമാക്കി വെച്ചു. അതുകൊണ്ടാണ് ഈ അർദ്ധരാത്രിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞത് എന്നുള്ളതാണ്. ഈ പരാതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞാണ് ഈ തന്നെ പീഡിപ്പിച്ചത് എന്നാണ് പറയുന്നത്. തന്നെ വിവാഹ വാഗ്ദാനം നൽകി തന്നെ വിട്ടുപോകാതിരിക്കാൻ ഒരു കുഞ്ഞ് വേണമെന്ന് രാഹുൽ നിർബന്ധിച്ചു. ഒരു കുഞ്ഞുണ്ടായാൽ വീട്ടിൽ വിവാഹം വളരെ വേഗം സമ്മതിക്കുമെന്ന് രാഹുൽ പറഞ്ഞു. ഈ നേരിൽ കാണാൻ രാഹുൽ ആഗ്രഹം പ്രകടിപ്പിച്ചു. ഈ റെസ്റ്റോറൻറ്റിൽ കാണാമെന്ന് യുവതി പറയുന്നു. എന്നാൽ റെസ്റ്റോറൻറ്റിൽ വേണ്ട, പൊതുപ്രവർത്തകനായതിനാൽ ആളുകൾ തിരിച്ചറിയും, അതിൽ ഹോട്ടലിൽ മുറിയെടുക്കാമെന്ന് പറഞ്ഞു. അവിടെ വെച്ച് ഈ തന്നെ പീഡിപ്പിച്ചു. ഈ ക്രൂരമായ ലൈംഗികാക്രമണമാണ് നേരിടേണ്ടി വന്നത്. ഒരു വേള മുഖത്തടിക്കുകയും മുഖത്തേക്ക് തുപ്പുകയും ചെയ്തു. ദേഹത്ത് പലയിടത്തും മുറിവ് സംഭവിച്ചു എന്ന് പറഞ്ഞു. ആ യുവതി താൻ ഈ പ്രഗ്നന്റ് ആകാൻ സാധ്യതയുണ്ട്, ഓവുലേഷൻ ടൈമാണെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞുണ്ടാവട്ടെ എന്നാണ് പറഞ്ഞത്. ഇതിന് ശേഷവും പലപ്പോഴും പീഡിപ്പിച്ചു. ഗർഭിണിയാണെന്ന വിവരം അറിയിച്ചതോടുകൂടി അസഭ്യം പറയുകയും അധിക്ഷേപിക്കുകയും ചെയ്തു. മറ്റു ആരുടെയെങ്കിലും കുഞ്ഞാകും എന്ന് ഈ രാഹുൽ പറഞ്ഞു. ഇത് വലിയ തോതിൽ ഈ പരാതിക്കാരിക്ക് മാനസികമായ ഈ സമ്മർദ്ദമുണ്ടാക്കുകയും വലിയ പ്രയാസമുണ്ടാക്കുകയും ചെയ്തു. അങ്ങനെയാണ് DNA ടെസ്റ്റിനായി പോയത്. DNA ടെസ്റ്റ്, ഈ ഭ്രൂണം ഉപയോഗിച്ചുകൊണ്ട് DNA ടെസ്റ്റ് നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ DNA ടെസ്റ്റിനായി രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ ലാബ് ഉദ്യോഗസ്ഥർ സമീപിച്ചു. എന്നാൽ രാഹുൽ അതിന് തയ്യാറായില്ല. ഇതുകൂടാതെ ഈ പരാതിയെല്ലാം തന്നെ വിദേശത്തുള്ള യുവതി ഇമെയിൽ മുഖേനയാണ് അയച്ചത്. നാളെ അവർ നാട്ടിലെത്തും. ഇതിൽ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഒന്നും സംഭവിക്കാത്ത പോലെയാണ് ഈ രാഹുൽ താനുമായി സംസാരിച്ചത്. തകർന്നിരുന്ന തന്നോട് വീണ്ടും അടുക്കാൻ ശ്രമിച്ചു. ഭാവിയിൽ ഒരുമിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം നൽകി. പാലക്കാട് ഒരു ഫ്ലാറ്റ് വാങ്ങിത്തരാമെന്ന്, ഒരുമിച്ച് അവിടെ വിവാഹം കഴിച്ച് ജീവിക്കാമെന്നും പറഞ്ഞു. താനും രാഹുലും ഒരു പ്രധാന കമ്പനിയുടെ ഗ്രൂപ്പിനെ ഈ ഫ്ലാറ്റിനായി സമീപിച്ചു. ഫ്ലാറ്റ് വാങ്ങൽ നടന്നില്ല എങ്കിലും പലപ്പോഴായി രാഹുൽ തന്നിൽ നിന്നും സാമ്പത്തിക സഹായം കൈപ്പറ്റി. വില കൂടിയ വാച്ചും വസ്ത്രങ്ങളും ചെരുപ്പും സൗന്ദര്യവർദ്ധക വസ്തുക്കളും വാങ്ങി. ചെരുപ്പിന് മാത്രം 10,000 രൂപ വിലയുണ്ടായിരുന്നു എന്നാണ് യുവതി പരാതിയിൽ പറയുന്നത്. രാഹുലിനെതിരെ ലൈംഗികാതിക്രമ പരാതികൾ ഉയർന്നപ്പോൾ അതിൽ വസ്തുതകളുണ്ടെന്ന് മനസ്സിലായി. പരാതിയുമായി താനും മുന്നോട്ട് പോകുമെന്ന് മനസ്സിലാക്കിയ രാഹുൽ ഭീഷണിപ്പെടുത്തി എന്നും പറയുന്നു. അതായത് ഈ നേരത്തെ ഉണ്ടായിരുന്ന പരാതിക്ക് പുറകെ ഈ യുവതി കൂടി, വിദേശത്തുള്ള ഈ യുവതി കൂടി പരാതി നൽകുമെന്നറിഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്ന് പറയുന്നു. തൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കുമെന്ന് രാഹുൽ പറഞ്ഞു. സഹോദരിയെയും അച്ഛനെയും അമ്മയെയും അപായപ്പെടുത്തുമെന്നും ഭീഷണി മുഴക്കി. ഇതിന് ചില തെളിവുകൾ ഉണ്ട് എന്നുകൂടി ഈ പരാതിക്കാരി പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ പരാതി നൽകുമെന്ന് ഒരുപക്ഷെ രാഹുൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ ഈ പരാതി നൽകുമെന്ന് മനസ്സിലാക്കിയതിന് ശേഷം തന്നെ ഭീഷണിപ്പെടുത്തി ഈ കുടുംബത്തെ തകർക്കും, അച്ഛനെയും ഈ വീട്ടുകാരെയും അമ്മയെയും എല്ലാം തന്നെ ഇല്ലാതാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നാണ് അവർ പറയുന്നത്, ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത്. എന്തായാലും രാഹുൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നീക്കം നടത്തുന്നതിന് മുൻപ് പോലീസ് രാഹുലിനെ പിടികൂടി. എന്തായാലും രാഹുൽ ഇന്ന് ജയിലിലേക്ക് പോകാനുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ.
സാജിദ്, അത് തന്നെയാണ് ഉണ്ടായത്. രാഹുൽ മാങ്കൂട്ടത്തിന് ഏതെങ്കിലും തരത്തിൽ നിയമപരമായ നീക്കം നടത്താനുള്ള ഒരു സാഹചര്യം പോലും ലഭിച്ചില്ല.